നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കിളിയൂർ ജോസിന്റെ കൊലപാതകത്തിലെ പ്രതി പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോ സിനിമയിലെ ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ എന്ന ഗാനമെന്ന വിവരത്തിനൊപ്പം തന്നെ ഞെട്ടിക്കുന്ന പലതും പുറത്തുവരികയാണ്. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് ഒരു പോരാട്ടമാണ്. അച്ഛന്റെ കാലനായി മാറിയ സ്വന്തം സഹോദരനെ കുടുക്കാൻ അല്ലെങ്കിൽ സ്വന്തം സഹോദരൻ ഇനി പുറം ലോകം കാണാതിരിക്കാൻ വേണ്ടി സഹോദരിയുടെ കൂടിയുള്ള തന്റെ അമ്മയെങ്കിലും ആ സഹോദരന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്താൻ ഒരു സഹോദരിയുടെ ഒരു പോരാട്ടം. 5 മൊബൈൽ ഫോണുകളാണ് പ്രധാനമായും ഈ പ്രജിൻ ഉപയോഗിച്ച് വന്നിരുന്നത്. ഈ 5-ൽ ഏതൊക്കെയോ ഫോണുകൾ കൃത്യമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വ്യക്തമായ ചില വിവരങ്ങൾ കൂടി കിട്ടും. ആ മരണം നടന്ന് ഒരാഴ്ച പിന്നിട്ടിട്ടും മറനീക്കി പുറത്തു വരാൻ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനിയും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഷമങ്ങളും മറന്ന് തന്റെ കുടുംബത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവ വികാസങ്ങളുടെ വിഷമതകളെല്ലാം മറന്നുകൊണ്ട് പ്രജനവുമായി ബന്ധപ്പെട്ടുള്ള തനിക്കറിയാവുന്ന തനിക്ക് എങ്ങനെയൊക്കെ പോലീസിനെ സഹായിക്കാൻ കഴിയുമോ അങ്ങനെയെല്ലാം സഹായിക്കാൻ തയ്യാറായി മുൻനിരയിലേക്ക് വരികയാണ് പ്രജിന്റെ സഹോദരി. സാമ്പത്തിക വിഷയങ്ങളിൽ നിരന്തരം തർക്കം നടന്നുവെങ്കിലും ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല എന്നാണ് അമ്മ സുഷമ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. കുടുംബം ഉയർത്തിയ ആരോപണങ്ങളിൽ വിശദമായ പരിശോധന അന്വേഷണ സംഘം തുടരുകയാണ്. പ്രജിന്റെ ഫോൺ പരിശോധന തുടരുകയാണ്. പ്രജിന്റെ ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിവരങ്ങൾ കിട്ടാൻ സാങ്കേതിക ബുദ്ധിമുട്ടുകളുണ്ട്. മകന് ജാമ്യം കിട്ടരുത് എന്ന അമ്മയുടെ ആവശ്യം പോലീസ് ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. അമ്മയെയും സഹോദരിയെയും സഹോദരി ഭർത്താവിനെയും ഒരു അയൽവാസിയെയും കൊല്ലാൻ പ്രജിൻ പദ്ധതിയിട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രജിനെ പുറത്തുവിടരുത് എന്ന അമ്മയുടെ ആവശ്യം. ഈ സാഹചര്യത്തിൽ പോലീസ് അതിവേഗ കുറ്റപത്രം നൽകും. സാത്താൻ സേവയിലേക്ക് അന്വേഷണം നീളാനുള്ള സാധ്യത കുറവാണ്. കൊലക്കേസ് അന്വേഷണവും കുറ്റപത്രം നൽകിയിലേക്കുള്ള പോലീസ് നടപടിയിലും ചുരുങ്ങും. വെള്ളറട കിളിയൂർ ചുരുവിള ബംഗ്ലാവിൽ ആർ ജോസ് എന്ന 70 വയസ്സുകാരൻ മകന്റെ വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. ആഭിചാരവും ദുർമന്ത്രവാദവും ഉൾപ്പെടെ സംശയിക്കുന്ന കേസിൽ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളും നിർണായകമാവുകയാണ്. അടുത്ത ദിവസം തന്നെ പ്രജിനെ കസ്റ്റഡിയിലെടുത്ത കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ഇതിനുശേഷം കുറ്റപത്രവും നൽകും. പ്രജിന് 5 ഫോണുകളാണ് ഉള്ളത്. ഇതിലേതാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് കണ്ടെത്താൻ സഹോദരി ഉൾപ്പെടെ കുടുംബാംഗങ്ങളെ പോലീസ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തിരുന്നു. കൊച്ചിയിൽ സിനിമാ പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി പിതാവിനോട് പണം ചോദിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പണം കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതേ ചൊല്ലി കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ജോസിനെ പ്രജിൻ മർദ്ദിച്ചിരുന്നു എന്ന സൂചനയുമുണ്ട്. ഇൻക്വസ്റ്റ് വേളയിൽ ജോസിന്റെ ശരീരത്തിൽ കണ്ട മർദ്ദനമേറ്റ പാടുകൾക്ക് 2 മാസത്തോളം പഴക്കമുണ്ടായിരുന്നു. കൊച്ചിയിൽ നിന്ന് വന്നതിനു ശേഷം പ്രജിൻ പള്ളിയിൽ പോകുന്ന പതിവും ആരാധനയും നിർത്തി. വിളിച്ചാലും പോകാറില്ല. ബ്ലാക്ക് മാജിലേക്ക് തിരിഞ്ഞു എന്നാണ് സൂചന. കൊലയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് പ്രജിൻ ശരീരത്തിലെ രോമങ്ങളും തലമുടിയും വടിച്ചിരുന്നു. മുറിയിലെ മേശപ്പുറത്ത് വിചിത്ര രൂപങ്ങളിലുള്ള പ്രതിമകളും ആയുധങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നു. പ്രജിന്റെ വിദ്യാഭ്യാസത്തിനായി വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് ഉണ്ടായിരുന്നത്. സ്ഥലം വിറ്റാണ് പ്രജിനെ ചൈനയിൽ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി അയച്ചിരുന്നത്. എന്നാൽ പഠനത്തിന് ശേഷം മടങ്ങി വന്ന പ്രജിൻ മാതാപിതാക്കളോട് എപ്പോഴും ദേഷ്യത്തിലായിരുന്നു. പിന്നീടാണ് സിനിമ പഠിക്കാനായി കൊച്ചിയിലെ സ്ഥാപനത്തിൽ ചേരുന്നത്. പോലീസ് ഈ സ്ഥാപനത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു. നിലവിൽ ജോസും കുടുംബവും താമസിക്കുന്ന വീടും പറമ്പും പണയത്തിലാണ് എന്നും സൂചനകളുണ്ട്. പ്രജിൻ സിനിമാ നിർമ്മാണത്തിനായി കൂടുതൽ പണം ആവശ്യപ്പെട്ടിട്ടും കൊടുക്കാത്തത് ഇതുകൊണ്ടാണെന്ന് സൂചനകളുമുണ്ട്. സിനിമാ പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ പ്രജിൻ സ്വഭാവത്തിൽ വലിയ മാറ്റമുണ്ടായി എന്ന് അമ്മ സുഷമകുമാരി പറയുന്നു. വീടിന്റെ 1-ാം നിലയിലെ പ്രജിന്റെ മുറിയിലേക്ക് മാതാപിതാക്കൾ പോകാൻ ശ്രമിച്ചാൽ പ്രജിൻ എതിർത്തിരുന്നു. പൂട്ടിയിട്ടിരുന്ന മുറിയിൽ നിന്ന് ഒരു പ്രത്യേക ഈണത്തിലുള്ള ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ടെന്നാണ് വിവരം. ഒരു വട്ടം പോലീസ് എത്തി താക്കീത് നൽകി. നേരത്തെ തനിക്ക് മാനസിക അസ്വസ്ഥതയുണ്ട് എന്ന് പ്രജിൻ പറഞ്ഞതിനെ തുടർന്ന് മാതാപിതാക്കൾ ഡോക്ടറെ കാണിച്ചു. കുഴപ്പമില്ലെന്നായിരുന്നു ഡോക്ടറുടെ മറുപടി. പ്രജിൻ ജോസിന്റെ പെരുമാറ്റത്തിലും ജീവിതത്തിലും അടിമുടി നിഗൂഢതകൾ ഉണ്ടെന്ന് ബന്ധുക്കളും പറയുന്നു. പ്രജിൻ ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ട് എന്നാണ് ബന്ധുക്കളുടെ സംശയം. പ്രജിനെ ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നത് എന്നും എന്തെങ്കിലും ചോദിച്ചാൽ ഇതുവരെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും 28 വെട്ട് കിട്ടിയ ജോസിന്റെ മൃതശരീരത്തിലെ ഏറ്റവും ആഴത്തിൽ പതിച്ച 3 വെട്ടുകളാണ് മരണകാരണമായി മാറുന്നത്. എന്തായാലും സഹോദരി അടക്കമുള്ളവരെ കൊല്ലാനുള്ള പദ്ധതികൾ നേരത്തെയും പ്രജിൻ തയ്യാറാക്കിയെന്നത് വ്യക്തമാണ്. സഹോദരി മാത്രമല്ല അമ്മയെയും അതുപോലെ തന്നെ അയൽവാസിയെയും സഹോദരി ഭർത്താവിനെയും ഒക്കെ തന്നെ കൊല്ലാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. എന്തായാലും സഹോദരിയും കുടുംബവും ഒക്കെ തന്നെ ഇയാൾ ഇനി പുറം ലോകം കാണരുത് എന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും വക്കാല
വക്കാലത്തുമായി ആരും ചെല്ലുന്നില്ല, ആരും തന്നെ എത്തുന്നില്ല എന്ന് വ്യക്തമാണ്. കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ എന്താണ് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പ്രജിന്റെ അവസ്ഥ ഏതായാലും ചെയ്ത കുറ്റത്തിന് അല്ലെങ്കിൽ ചെയ്ത തെറ്റിന് കുറ്റബോധമൊന്നുമില്ല. പക്ഷേ സെല്ലിൽ നിന്നും രാത്രികളിൽ നിലവിളിയോ ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്, കരച്ചിലുമൊക്കെ തന്നെ കേൾക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും വീട്ടിലെ മുകൾ നിലയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനായി പ്രത്യേക കോണിയും ഒക്കെ തന്നെ സൂക്ഷിച്ചിരുന്ന ഇയാൾ വിചിത്ര സ്വഭാവമൊക്കെ തന്നെ എല്ലായ്പ്പോഴും കാട്ടിയിരുന്നു. അമ്മയും അച്ഛനും ഒക്കെ തന്നെ ഒരു അടിമകളെ പോലെയാണ് ഈ പ്രജിൻ കൊണ്ടുപോരുന്നത്. ഇത് പ്രജിന്റെ വീട്ടിലെ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഒരു ദുരന്തം നടന്ന ഈ ഒരു വീട്ടിലെ മാത്രം സംഭവമല്ല, കേരളത്തിലെ പല വീടുകളിലെയും സംഭവം ഇത് തന്നെയാണ്. സ്വന്തം മകൻ കഞ്ചാവ് ഉപയോഗിച്ചും അല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും തങ്ങളെ മർദ്ദിക്കുന്നു എന്നത് ഇരു ചെവി പോലും അറിയാതെ പുറം ലോകത്ത് അറിഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പോലും അറിഞ്ഞാൽ അത് അതീവ നാണക്കേടാണ് എന്ന് വിശ്വസിച്ച് വളരെ ഭയത്തോടെ കഴിയുന്ന ഒരുപാട് അമ്മമാരും അച്ഛന്മാരും നമ്മുടെ ഇടയിൽ തന്നെ ഇനിയുമുണ്ട്. പക്ഷെ അത് അപകടമാണ്. നമ്മുടെ നാണക്കേട് പേടിച്ച് അല്ലെങ്കിൽ സ്വന്തം മകന്റെ ഭാവി ഓർത്ത് ഭാവിയെ പേടിച്ചാണ് നിങ്ങൾ പലതും പറയാൻ മടിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അതൊരു പക്ഷേ മകനെ കൊണ്ടെത്തിക്കുന്നത് ഇത്തരം കൊലപാതകങ്ങളിലേക്കായിരിക്കാം. അത് സ്വന്തം വീട്ടിലെ സ്വന്തം അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അയൽപക്കത്തെ വീട്ടുകാരെയോ നാട്ടിലെ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത മറ്റേതെങ്കിലും ഒരു കുടുംബത്തിലെ കുട്ടിയെയോ ഒക്കെ ആയിരിക്കാം ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ ഇല്ലാതെയാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇങ്ങനെ ഒക്കെ തന്നെ പോവുകയാണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ ഇങ്ങനത്തെ രീതിയിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ മൂടി വെക്കാതെ അതൊന്നും തന്നെ അതൊരു കുറ്റമാണ് എന്ന് ഓർത്ത് വിഷമിക്കാതെ അത് കഴിയുന്നതും നേരത്തെ തന്നെ ബോധവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന് മാത്രമാണ് ഇത്തരം വാർത്തകളിൽ നിന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കേണ്ട പാഠമെന്ന് പറയുന്നത്.